അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ജൂൺഗിരിയിൽ നിന്ന് തിരിച്ച് ഋഷികേശിൽ വന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ഋഷികേശിൽ ഒരു ഡോമിറ്ററിലാണ് താമസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനുവരി 1 നമ്മൾ മേലേക്ക് വീണ്ടും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാനിരുന്നതാണ്. പക്ഷേ വില്ലനായി വന്നത് മഴയാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചെറുതായിട്ട് വലിയ മഴയൊന്നുമില്ല, പക്ഷെ മഴയാണ്. നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്ത് മഴയത്ത് റൈഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ റെയിൻകോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മഴയത്ത് റൈഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കാലാവസ്ഥ കണ്ടില്ല. ഇന്നിപ്പോൾ ജനുവരി 4 കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ ഋഷികേശിൻ്റെ ഒരു ഭാഗം, ഋഷികേശ് അല്ലത് തപ്പോവനാണ്. ഈ കാണുന്നത് തപ്പോവൻ ടൗണാണ്. അതുപോലെ ഇവിടെ ലക്ഷ്മൺജോള പാലം കാണാം. നമ്മൾ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. താഴെ ഗംഗാ നദി കാണാം. രാവിലെ ഇപ്പോൾ ഋഷികേശ് ഇങ്ങനെ ഇവിടെ ഉണർന്നു വരുന്നേ ഉള്ളൂ, കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. സമയം രാവിലെ 9 മണിയായുള്ളൂ. ഇന്നിപ്പോൾ നിലവിൽ ഇപ്പോൾ മഴയൊന്നുമില്ല, മഴക്കോളുണ്ടെന്നേ ഉള്ളൂ. നമ്മളിവിടുന്ന് മേലേക്ക് പോവുകയാണെന്ന് പോയി നോക്കാം. നമുക്ക് മഴ പെയ്താൽ നമ്മൾ ഇടയ്ക്കിടയിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. നമ്മൾ പോകുന്നത് ചോപ്ത, തുങ്കനാഥ്, അതുപോലെ ദിയോരത്താൽ എന്നൊക്കെ പറഞ്ഞൊരു ലേക്കുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുമല്ല, ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന മലയാളികളുടെ ഒരു ഹോം സ്റ്റേയിലാട്ടോ. ഇതുവരെ നമുക്ക് ഉത്തരാഖണ്ഡിൽ ഇവിടെ മലയാളികളുടെ ഹോം സ്റ്റേ കണ്ടില്ല. പക്ഷേ ഇത് അങ്ങ് ഉള്ളിൽ ഏകദേശം ഇവിടുന്ന് ഋഷികേശിന് ഏകദേശം 200 കിലോമീറ്റർ ഉള്ളിലായിട്ട് ഒരു മലയാളികളുടെ ഹോം സ്റ്റേ ഉണ്ട്. മഞ്ഞൊക്കെ വീഴുന്ന സ്ഥലത്ത്. അവിടെ പോയി സ്റ്റേ ചെയ്യാൻ പോകും. പക്ഷെ അവരാരും അവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അതൊക്കെ നോക്കാം, അവിടെ ചെല്ലുമ്പോൾ നോക്കാം അതായാലും. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത സ്ഥലമാട്ടോ അത്. ഇങ്ങനെയുള്ള ഒരുപാട് ഡോമിറ്ററികൾ ഋഷികേശിലുണ്ട്. ഇതുണ്ടല്ലേ, അടിപൊളി സംഭവമാണ്. ഇതിന് ഏകദേശം 200 രൂപയാണ് നമുക്ക് ഒരു ദിവസത്തിന് പറയുന്നത്. ഒരു ദിവസത്തിനുണ്ട്, ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ. ഇവിടെ നമ്മുടെ ദീപനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദീപനൊക്കെ മാസങ്ങളായിട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവർക്കൊക്കെ ഇപ്പോൾ ഒരു 100-120 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ അവരിവിടെ ഉള്ളത് കൊണ്ട് എനിക്കത് 150 രൂപയ്ക്ക് അവർ തന്നു. അതുമല്ല, ഇവിടെ 100 രൂപയ്ക്ക് കിട്ടുന്ന പല ഹോസ്റ്റലുണ്ട്. ഇവിടെ വന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. നിങ്ങൾ ഋഷികേശൊക്കെ വരാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റബിളായിട്ടുള്ള റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹോസ്റ്റൽ ഡോമിറ്ററികൾ എടുത്താൽ മതി. കണ്ടില്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ 5ാമത്തെ നിലയിലാണ്. ഇവിടെ ലിഫ്റ്റ് ഒന്നുമില്ല, നടന്ന് കയറണം എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ദീപനോട് യാത്ര പണ്ട് ഇവിടെ നിന്ന് പോകും. അതുപോലെ നമ്മുടെ വണ്ടി താഴെ വെച്ച കണ്ടിട്ട് ഇന്നലെ രാത്രിയിൽ ഒരു മലയാളിയൊക്കെ വന്നായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ. അതിലേതായാലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും ആരും നമ്മുടെ അടുത്ത് വരാത്തതാണ്. അപ്പോൾ നമ്മുടെ കേദാർക്കന്ത ട്രക്ക് ഉണ്ട്. അപ്പോൾ അവരുടെ ടീമിലുള്ള എല്ലാവർക്കും നമ്മളൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അവരെയും കൂടെ ഒന്ന് കാണാം. അവരുടെ അടുത്തൊരു റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ദീപൻ ഇതിനകത്ത് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്ത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ദീപൻ ഇറ്റ്സ് മീ ബിബിൻ. ഐ എം ഗോയിങ്. ഓപ്പൺ. ഐ എം ഗോയിങ്. ഇഫ് യു വാണ്ട് ടു സ്ലീപ്പ് ദെൻ സ്ലീപ്പ്. ഓക്കെ. അപ്പോൾ ബാക്കല്ല, ഞാൻ കൂപ്പിടാം. നിങ്ങൾ തൂങ്ങിക്കോ. ആ ഓക്കെ ഓക്കെ, എല്ലാം പാക്ക് പണി. ഓക്കെ, അപ്പോൾ ശരിതാ. ഓക്കെ. ആ അത് ക്ലോസ് പണിക്കോ. ടൈം 9 o'clock. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് നമ്മൾ പോവാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു റൈഡിങ് വീഡിയോ ആയിരിക്കും. എന്താവും അറിയത്തില്ല. മഴ പെയ്താൽ സീനാകും. ഇത് മെയിനായിട്ട് ഇതുണ്ടല്ലേ, ഇങ്ങനെയുള്ള ഡോമിറ്ററി വരികയാണെങ്കിൽ ഇവിടുത്തെ വ്യൂ ആട്ടോ പ്രധാനം. ഈ ലക്ഷ്മൺജൂല പാലം, അതെ അവിടെ കാണാൻ സസ്പെൻഷൻ ബ്രിഡ്ജ്, അതിൻ്റെ കാര്യങ്ങൾ, തപ്പോവന്, എല്ലാ ഭാഗങ്ങളും കാണാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 200 കിലോമീറ്റർ പറഞ്ഞ റൈഡാണുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും എന്തായാലും ഉണ്ടാവുക. അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോയിൽ സ്നോഫോളും ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം വരാൻ പോവാണ്. ഈ ജനുവരി ഫുള്ള് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ ഉത്തരാഖണ്ഡ് തന്നെ, ഉത്തരാഖണ്ഡ് മൊത്തം എന്തായാലും കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് വിടത്തുള്ളൂ. അപ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ ഇവരാട്ടോ ഞാൻ പറഞ്ഞ, നമുക്ക് നമ്മുടെ ഇന്നലെ വണ്ടി കണ്ടിട്ട് മൂപ്പരാണ് നമ്മുടെ റൂമിലൊക്കെ വന്നിട്ട്. മനോജില്ലേ, TT ആണ് അല്ലേ, റെയിൽവേയിലാണ് വർക്ക്. അതുപോലെ പേരെന്ന് പറഞ്ഞോ, നിലമ്പൂരാണ്. നമ്മുടെ നാട്ടുകാരനാട്ടോ, നിലമ്പൂർ ചോക്കാടാണ്. അതുപോലെ നിങ്ങളുടെ പ്രവീൺ തിരുവനന്തപുരം, ശ്രീദേവ് കൊല്ലം, ദിനേഷ് കുമാറും പാലക്കാടാണ്. ഓക്കെ. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇവരിപ്പോൾ കേദാർക്കന്ത ട്രക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഋഷികേശിൽ വന്ന് ഇന്നലെ സ്റ്റേ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ രാവിലെ ഇപ്പോൾ ഇവരെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് നിന്നതാണ്. അപ്പോൾ എന്തായാലും ശരി, ഞാൻ വിടട്ടെ. നിങ്ങളെന്താ നാട്ടിലേക്ക്? അപ്പോൾ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് 6-ാം തീയതി പോകും. ഡൽഹിന്നാ? ഓക്കെ. അപ്പോൾ ശരി, ഇവിടെ ഉള്ളതൊക്കെ കണ്ടു തീർത്തു. അപ്പോൾ നമ്മളിതാ ഋഷികേശിൽ നിന്ന് യാത്ര പറഞ്ഞ് ജൂൺഗിരി എന്നൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ മേലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. നമ്മൾ ഇവിടെ ഋഷികേശിൽ ആദ്യം, ഇവിടെ ഉത്തരാഖണ്ഡ് ആദ്യം വന്നപ്പോൾ നമ്മൾ പോയ കേദാർനാഥിലേക്കാണ്. കേദാർനാഥ് പോയ അതേ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കേദാർനാഥിൽ നിന്ന് ചോപ്ത വഴി ബദ്രിനാഥിനൊക്കെ പോയിരുന്നു. പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ റൂട്ടിലാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ പോയ റൂട്ട് തന്നെ ആയതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല.
നമ്മൾ ചോപ്ത റൂട്ടിൽ ജിയോറിയോ താൽ എന്ന് പറഞ്ഞിട്ടൊരു ലേക്കുണ്ട്. അതൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അവിടെ ഒരു സാറി വില്ലേജ് എന്ന് പറഞ്ഞിട്ട് വില്ലേജിലേക്കാണ് നമ്മളൊന്ന് പോകാൻ പോകുന്നത് കേട്ടോ. അവിടെ നമ്മുടെ മലയാളികൾ നടത്തുന്ന ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലും ഇനി അങ്ങോട്ടുള്ള വീഡിയോയിലും. ഫുള്ളും മഞ്ഞും സ്നോഫോളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ. വീണ്ടും നമ്മൾ പഴയ ട്രാക്കിലേക്ക് തന്നെ കയറുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉള്ള പോലെ തന്നെ ജൂൺഗിരി ഇപ്രാവശ്യം നമ്മൾ മിസ് ചെയ്യും. ഇനിയും ഉടനെ ഒന്നും നമ്മൾ ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ. ഇനിയും വരാനൊന്നും പ്ലാനില്ല ഋഷികേശിലേക്ക്. ദേ ഇവിടുന്നാണ് അങ്ങോട്ട് നീലകണ്ഠ ടെമ്പിൾ ജൂൺഗിരിയിലേക്കൊക്കെ പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വിടുകയാണ്. ഇപ്പോൾ സമയം 10:45. ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി, അതാണ് ലേറ്റ് ആയത്. വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. മാക്സിമം പെട്ടെന്ന് നമുക്ക് പോവാം. നേരെ കേദാർനാഥ് റൂട്ടാട്ടോ. ഏകദേശം 180 കിലോമീറ്റർ ഉണ്ട്. ഇനി ഒരു 6 മണിക്കൂറാണ് മാപ്പിൽ പറയുന്നത്. ഇന്ന് നമ്മൾ ഋഷികേശിൽ നിന്ന് പോലീസുകാർ നിർത്തിച്ചു കേട്ടോ. ഇന്ന് ലൈസൻസ് നോക്കി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇൻഷുർ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇന്ന് ലൈസൻസ് മാത്രമേ നോക്കിയുള്ളൂ. ഇന്ന് വേറെ ഒന്നും നോക്കിയില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല പൊടിയും മണ്ണും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ റോഡ് പണി കാരണേ കുറേ ദിവസമായിട്ട് ഇതൊക്കെ നമ്മൾ മിസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങെത്തുമ്പോഴത്തേക്ക് ഒരു പരുവാവും. അങ്ങനെ ദാ നമ്മുടെ അടുത്ത ബ്ലോക്ക്. ഇതുപോലുള്ള ഒരുപാട് ബ്ലോക്കുകൾ ഇനിയും വരും. ഇവിടെ ഇപ്പോഴും ഇങ്ങനെ പണി നടക്കുമ്പോൾ സീനാണ്. ബൈക്കായതുകൊണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വന്ന് നിൽക്കാം. ദേ പുള്ളിക്കാരൻ നമ്മുടെ വണ്ടി കണ്ടിട്ട് വന്നിട്ട് ചോദിച്ചു കേട്ടോ കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ. മലയാളം നയ്യാത്തി, മേം ഹിന്ദി നയ്യാത്തി. പുള്ളിക്കാരൻ കോഴിക്കോട് മേം വീഡിയോ ബനാന്ന്. പുള്ളിക്കാരൻ കോഴിക്കോട് ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു 2 കൊല്ലം. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടുത്തെ ഈ ബ്ലോക്കിൽ നിന്ന് ഇപ്പം റവീസ് ഹോട്ടൽ സിറ്റി മേ നിങ്ങൾക്കറിയാവോ? റവീസ് ഹോട്ടൽ കോഴിക്കോട് സിറ്റി തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാട്ടോ. ഇവിടെ 2 മാസം മുന്നേ ഇതേപോലെ മുകളിൽ നിന്ന് കല്ലും മണ്ണെല്ലാം കൂടി ഇടിഞ്ഞ് വീണ് ഒരു JCBയും വേറെ ഏതോ വണ്ടികളിലൊക്കെ വീണ്ട് 3-4 പേര് മരിച്ചു എന്ന് പറഞ്ഞു. ആ സ്ഥലമാണ് ഇത്. അതുണ്ടോ അവിടെ മണ്ണ് വീഴുന്നുണ്ടോ മുകളിൽ നിന്ന്? ഇപ്പോൾ നമ്മളോട് ഇവിടെ നിർത്താൻ പറഞ്ഞു. അവിടെ JCB വെച്ചിട്ടാണ് റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. മുകളിൽ അവിടെ JCB കൊണ്ട് പണി നടപ്പുണ്ട്. അപ്പം മുകളിൽ നിന്ന് ഇങ്ങോട്ട് കല്ലും മണ്ണെല്ലാം വീഴും. നമ്മൾ 2 മാസം മുന്നേ ഇതിലെ പോകുമ്പോൾ ഇത്രയും പണിയില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ചാർദാമൊക്കെ ക്ലോസ് ആക്കിയതുകൊണ്ട് സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ഇവർ കൂട്ടി. ഇനി അടുത്ത സീസൺ മാർച്ച് ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് തുറക്കുമല്ലോ. അപ്പോഴത്തേക്ക് ഉള്ള പണികളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഇപ്പോൾ പണിയാണ്. റോഡ് ഫുള്ള് ചെളിയും ആകെ പണിയാട്ടോ. നമ്മൾ അന്ന് പോയതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുമെന്ന് തോന്നുന്നു ഇപ്രാവശ്യം എത്താൻ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതേ സ്ഥലത്ത് ഇതേ ബ്ലോക്ക് ഇങ്ങോട്ടുള്ള വണ്ടികൾ മുകളിൽ നിർത്തിയേക്കുന്ന കാണാം. ഈ കിടക്കുന്ന ബസ്സൊക്കെ ബദ്രിനാഥിന് പോകുന്ന ബസ്സുകളാണ്. പക്ഷെ ഇപ്പോൾ എവിടം വരെ ആണെന്ന് നോക്കാം. ഇപ്പോൾ ഗോപേശ്വർ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ റോഡിലൊക്കെ ഭയങ്കര പണിയാണ്. ഇതുണ്ടോ ഫുള്ള് മെറ്റലാണ്, വലിയ മെറ്റൽ കല്ല് പൊട്ടിച്ചിട്ടേക്കുക. ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. വലിയ സിറ്റിയാണ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മളിതാ രുദ്രപ്രയാഗ് എത്താനായിട്ടോ. അവിടുന്ന് അതിന് മുന്നേ 2 ഡൈവേഷനാണ്. ഒന്ന് കേദാർനാഥിനും ബദ്രിനാഥിനും. ആ മേലേക്ക് പോകുന്ന റോഡ് ബദ്രിനാഥിനുള്ള കേട്ടോ. ജോഷിമട്ട് ബദ്രിനാഥൊക്കെ.
അപ്പോൾ ദേ ഇവിടുന്ന് കേട്ടോ ഡൈവേഷൻ ദേവ്കിമത്തിലേക്കൊക്കെ റൈറ്റും അതുപോലെ ലെഫ്റ്റിലേക്കാണ് കേദാർനാഥ് റോഡ്. നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ്. ചോപ്ത വഴിക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത് അതിനുള്ള പെട്രോളില്ല. നമുക്ക് ഈ കേദാർനാഥ് റൂട്ടിലാണ് ഗുപ്തകാശി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ പോയി നമുക്ക് ഫുൾ ടാങ്ക് ആക്കിയിട്ട് വരാം. ഇനി അതിലേ പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും കിട്ടത്തില്ല. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേദാർനാഥ് പോകാൻ പറ്റുമോ എന്നൊക്കെ. കേദാർനാഥ് ക്ലോസ് ആണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാലും കുറേ പേര് ചോദിക്കുന്നുണ്ട് കേദാർനാഥ് പോകാൻ പറ്റുമോ എന്നൊക്കെ. കേദാർനാഥും ബദ്രിനാഥും എല്ലാം ക്ലോസ് ആണ്. അപ്പോൾ ഇതേ കേദാർനാഥ് റൂട്ടിൽ ഇവിടെ ഒരു പമ്പുണ്ട് കേട്ടോ. നമ്മൾ അന്ന് പോയപ്പം ഇവിടെ തന്നെയാണ് വിട്ടുപിടിച്ചത്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാഗ് അഴിക്കണം. അതിന് കുറച്ച് ടൈം എടുക്കും. ഞാൻ ഈ പരിപാടിയൊക്കെ ഒന്ന് തീർക്കട്ടെ. ഇതേ നമ്മൾ 2 മാസം മുന്നേ നടത്തിയ സെയിം ട്രിപ്പ്, സെയിം വഴി തന്നെ ഒന്നുകൂടെ കേട്ടോ. ഇതേ കേദാർനാഥിൽ നമ്മൾ ബദ്രിനാഥ് പോയ പോലെ തന്നെ. ഇതേ നമ്മൾ വന്നത് ഈ റൂട്ടിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഇതേ ഈ ലെഫ്റ്റ് ചോപ്തയ്ക്കുള്ള റോഡാട്ടോ. എന്നാൽ ചോപ്ത വരെ നമ്മൾ പോകുന്നുമില്ല. നമ്മളതിന് മുന്നേ ഉള്ളൊരു സ്ഥലത്താണ്. അത് ഞാൻ പറയാം. 5 മണിയായിരുന്നു നമ്മുടെ ടാർഗറ്റ്. എവിടെ പോയാലും നമ്മുടെ ടാർഗറ്റ് 5 മണിയാണ്. 5 മണിക്ക് മുന്നേ എത്തണം. ഇപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞു. ഇനി ഒരു 10-15 കിലോമീറ്റർ റോഡുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടുപോയാലേ, ഇത് ടൗണിലൊന്നും പ്രശ്നമല്ല. നമ്മൾ ഇപ്പം അങ്ങോട്ട് ഈ ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫോറസ്റ്റാണ്. അപ്പോൾ അതിനകത്തോട്ട് കയറിയിട്ട് ഇതേപോലെ വല്ല പഞ്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി വല്ല പണി മുടക്കിയാൽ നമ്മളവിടെ കാട്ടിപ്പെട്ടു പോകും. അതാണ് പ്രശ്നം. അതുകൊണ്ടും പിന്നെ തണുപ്പും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ 5 മണിക്ക് മുന്നേ നമ്മൾ എവിടെയായാലും എത്തുന്ന പോലെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് എന്നും എവിടെ പോയാലും ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ ഇതേ റൂട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയതാണ്. പക്ഷെ അവിടെ കയറാൻ എന്താണെന്ന് വെച്ചാലും മഞ്ഞുണ്ടാവില്ല. മഞ്ഞ് ആ ടൈമിലുണ്ടാവില്ല. അതുകൊണ്ടാണ് അന്ന് നമ്മളിത് ടച്ച് ചെയ്യാണ്ട് പോയത്. പക്ഷെ നമ്മൾ വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടം വരെ വന്നത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സാറി എന്ന് പറഞ്ഞിട്ട് ആ ലേക്കിലേക്ക് പോകണമെങ്കിൽ ലാസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞ ഒരു വില്ലേജാണ്. സാറി വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജാണ്. ആ വില്ലേജിലാണ് നമ്മുടെ മലയാളികളുടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അത് ഇവിടുന്ന് ഒക്കിമൊത്തിയിൽ നിന്നൊരു 13-15 കിലോമീറ്റർ കൂടെ പോകണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വഴി പോയപ്പോൾ ഇവിടെ ഈ ഷോപ്പിൽ നിർത്തി ഇവിടെ നിന്നൊരു ചായയും മാഗിയൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വന്നു പോയി ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ഇവിടുന്ന് ഞാൻ വെറുതെ ചോദിച്ചത് സാറി വില്ലേജിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 5-6 കിലോമീറ്റർ ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്കും ഇങ്ങനെ അവിടെ ക്യാമ്പിങ്ങിനൊക്കെ വേണ്ട ഇതൊക്കെ അവർ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്നോട് ചോദിച്ചു ക്യാമ്പിങ്ങിന് വേണമെന്നൊക്കെ ചോദിച്ചു. അവിടെ സ്റ്റേ റെഡിയാണോ, ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അവർക്ക് ഇങ്ങനെ കമ്മീഷൻ ഉണ്ടാവും ആളെ പിടിച്ചു കൊടുക്കുന്നതിന്. അപ്പോൾ ഞാൻ എവിടെ സ്റ്റേ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പരെന്നെ പറഞ്ഞു എന്നോട് നമ്മൾ പോകുന്നത് ബുർനാഷ് എന്ന് പറഞ്ഞിട്ട് കഫേ ബുർനാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേയിലേക്കാട്ടോ. അപ്പോൾ അവരും കേരളത്തിൽ നിന്നായതുകൊണ്ട് ഇവർക്കൊക്കെ അറിയാൻ തോന്നുന്നു. ഇവരെന്നോട് ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ അവർ ഇങ്ങോട്ട് പറഞ്ഞു എന്നോട്. അപ്പോൾ ഫേമസ് ആണെന്ന് തോന്നുന്നു. പോയി നോക്കാം നമുക്ക്. ഏതായാലും യോറിയാത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള ലേക്കിലേക്കുള്ള ട്രക്കിംഗ് ആണ് അവിടുന്ന് മെയിനായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. ഈ ചോപ്തയിലേക്കൊക്കെ വരുമ്പോൾ ടൂറിസ്റ്റുകൾ മെയിനായിട്ട് അവിടെ കൂടെ വിസിറ്റ് ചെയ്യുമായിരിക്കും. എന്തായാലും ഞാൻ ഈ സ്ഥലത്തെ പറ്റി ഇപ്പോഴാട്ടോ അറിയുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു മാസം മുന്നെയാണ്. ചോപ്തയും തുങ്ങനാഥൊക്കെ നമുക്കറിയാം. പക്ഷേ ഇങ്ങനൊരു ലേക്ക് ഇവിടെ ഉള്ള കാര്യം അറിയത്തില്ലായിരുന്നു. സമയം 5:45 കഴിഞ്ഞു കേട്ടോ. നല്ല ഇരുട്ടായി. അതുപോലെ തന്നെ തണുപ്പും നല്ലപോലെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ നോർമൽ ഹെഡ്ലൈറ്റ് ആട്ടോ. ഈ കുറച്ചുകൂടെ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ 2 ഭാഗത്ത് എന്താണെന്നൊന്നും ഒരു പിടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഫോഗ് ലാമ്പ് വെച്ചത്. അപ്പോൾ ഞാൻ ഫോഗ് ലാമ്പ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഡിഫറൻസ്. ഫോഗ് ലാമ്പ് ഇട്ടപ്പോൾ ഉള്ള വെളിച്ചം കണ്ടില്ലേ, ഓഫാക്കിയാൽ കണ്ടില്ലേ. ഫോഗ് ലാമ്പ് ഇട്ട് കുറേ നേരം ഓടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്താണ്ടല്ലോ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഫോഗ് ലാമ്പ് ഇടുകയുള്ളൂ കേട്ടോ. ഇതാണ് ഇവിടുന്ന് കേട്ടോ നേരെ ചോപ്ത ചമോലി. അതുപോലെ ഇവിടുന്ന് മേലേക്ക് ഒരു റോഡുണ്ട്. അതാണ് ദേവരിത്താലിലേക്ക് പോകുന്ന റോഡ്. 4 കിലോമീറ്റർ ദേവരിയാത്താൽ. ഇവിടുന്ന് ലെഫ്റ്റാണ്. മുമ്പ് മല കയറാൻ പോകാൻ തോന്നുന്നു.
നമ്മളിത് അങ്ങനെ സാരി എന്ന് പറയുന്ന വില്ലേജിലേക്ക് എത്തിയിട്ടോ. ഇഷ്ടംപോലെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ റോട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, കുറച്ച് മേലേക്ക് കാരണം തോന്നുന്നു. ഇവിടം വരെ റോഡുള്ളൂ കേട്ടോ. ഇവിടെ റോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ സാരി എന്ന് പറയുന്ന വില്ലേജിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇന്നല്ല, ചിലപ്പോൾ 1-2 ദിവസം നിൽക്കും. അപ്പോൾ നമ്മളിവിടെ സാരി വില്ലേജിലുള്ള ബുറാഷ് എന്ന് പറഞ്ഞ ഇവരുടെ ഹോം സ്റ്റേ, ഇവരുടെ കഫേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയുള്ള സ്ഥലത്ത് എത്തി കേട്ടോ. സമയം 6 മണി കഴിഞ്ഞു, ഇരുട്ടായി. ദിയോരാത്താൽ എന്ന് പറയുന്ന ലേക്കിലേക്ക് പോകുന്ന അതേ വഴി തന്നെയാണ് ഇവരുടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളത്. റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഈ ഭാഗത്തൊക്കെ അങ്ങനെയാണ്, കറണ്ട് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പോകും വരും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇത്ര നേരം കറണ്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് രാകേഷ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളാണ്. അതുപോലെ ഇതിൻ്റെ ഓണർമാരെന്ന് പറയുന്നത് മലയാളികളാട്ടോ. ഞാനിവിടെ കോൺടാക്ട് ചെയ്തപ്പോൾ രജനി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇന്ന് രാവിലെയാണ് ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇവിടെ മലയാളികൾ ആരും ഇല്ല. അപ്പോൾ ഇത് ഇവിടെ ചോപ്തയൊക്കെ സന്ദർശിക്കാൻ വരുന്നവർക്ക് ഇതൊരു ഓപ്ഷനാട്ടോ. നമുക്ക് മലയാളികൾ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഋഷികേശിൽ നിന്നാണ് അറിയുന്നത്. അപ്പോൾ പിന്നെ അത് വന്ന് എന്തായാലും നമ്മളിവിടെ വരാൻ പ്ലാനുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവരുടെ സംഭവം നമുക്ക് പ്രൊമോട്ട് ചെയ്യാമല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ രാകേഷ് ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ചോറും അതുപോലെ ക്യാബേജ് അതുപോലെ ദാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇവരുടെ റൂമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണൽ പഴയ വീട് ഇവർ റിനോവേറ്റ് ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ റൂമിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ വെളിച്ചമുള്ളപ്പോൾ വൃത്തിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ കഫേ ബുറാൻഷിൻ്റെ ഇത് റൂമിൻ്റെ മുമ്പിലാട്ടോ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് പഴയ ഇവിടുത്തെ ഒരു വീടാട്ടോ. അത് ഇവരിങ്ങനെ റിനോവേറ്റ് ചെയ്തിട്ട് റൂമാക്കി മാറ്റിയത്. നമുക്ക് തന്നിരിക്കുന്ന റൂമുണ്ടോ, ഇത് കണ്ടല്ലേ, ഇത് ഫുള്ള് ആ മണ്ണൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ സെറ്റപ്പ് തന്നെ കേട്ടോ. പഴയ വീട് തന്നെയാണ് മൊത്തത്തിൽ. ഇത് കണ്ടോ, ഇവിടുത്തെ ആ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സംഭവം, ഇത് ജനല്, അതുപോലെ അവിടെ കണ്ടല്ലേ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാനുള്ള തടീൻ്റെ ആ സംഭവങ്ങൾ എല്ലാം അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റൊക്കെ പിന്നെ വേറെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ഇതുണ്ടല്ലേ, ടോയ്ലറ്റൊക്കെ പിന്നെ കൊള്ളാവുന്ന ടോയ്ലറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. നാളെ രാവിലെ നമുക്ക് വെളിച്ചം വന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ. ഞാൻ സൺറൈസ് എത്ര മണിക്കാന്ന് ചോദിച്ചു. ഇവിടെ ചുറ്റിനും മലയായതുകൊണ്ട് സൺറൈസ് 7:45 ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം രാവിലെ എണീച്ചിട്ട്. അതുപോലെ നാളെ നമ്മൾ ദിയോരാത്താലിലേക്ക് ട്രക്കിങ് ചെയ്യും. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ മേലേക്ക് പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളും സ്നോ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകും കേട്ടോ. നമ്മൾ ചോപ്തയും തുങ്ങുന്ന അതൊക്കെ കയറും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.